കോൺഗ്രസിൻ്റെ മാധ്യമസമിതി അധ്യക്ഷൻ കൂടിയായ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലാണ് ബന്ധപ്പെട്ടത്. ഞാൻ കൈരളിയുടെ ഓഫീസിൽ ഇരിക്കുമ്പോൾ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിൽ അദ്ദേഹം സംസാരിച്ച ശേഷം ആ ഫോണാണ് എനിക്ക് ചെറിയാൻ ഫിലിപ്പ് കൈമാറുകയും അദ്ദേഹം ഈ സോളാർ വിഷയത്തെക്കുറിച്ചുള്ള സമരത്തെക്കുറിച്ചും അതിൽ സർക്കാർ ഏത് നിലയ്ക്കുള്ള ഒത്തുതീർപ്പിന് തയ്യാറാണെന്നും പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെന്നും ദയവ് ചെയ്ത് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കണമെന്നും CPM നേതൃത്വത്തെ തൻ്റെ ഈ മനോഗതം അറിയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ചെയ്തത്, നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. അല്ലാതെ ജോൺ മുണ്ടക്കയത്തെ ഞാൻ വിളിക്കുകയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഞാൻ വിളിക്കുകയോ ചെയ്യുന്ന സംഭവമില്ല. അപ്പോൾ ഇതിൽ ജീവിക്കുന്ന ഒരു ദൃക്സാക്ഷിയാണ് ചെറിയാൻ ഫിലിപ്പ്. അദ്ദേഹം ഇന്ദിരാഭവനിലുണ്ടാവും. ജോൺ മുണ്ടക്കയത്തിൻ്റെ അടുത്ത സുഹൃത്തു കൂടിയായിരിക്കാം, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ്. നിങ്ങൾ പത്രപ്രവർത്തകർക്ക് നേരിട്ട് ചെറിയാൻ ഫിലിപ്പിനെ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. മാത്രമല്ല അന്നത്തെ കോൾ ലിസ്റ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാനീ പറയുന്നത് വളരെ കൃത്യമായിട്ട് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും. എവിടെ നിന്നാണ് ഈ ജോൺ മുണ്ടക്കയത്തിന് ഈ കഥ കിട്ടിയതെന്ന് എനിക്കറിയില്ല. പിന്നെ പലരും പറയാറുണ്ട് വിരമിക്കുന്ന പത്രപ്രവർത്തകർക്ക് ഒരു പുസ്തകമൊക്കെ എഴുതി ഒരു ലൈം ലൈറ്റ് ഉണ്ടാക്കണം, അതൊരു രീതിയാണെന്ന്. പക്ഷേ ആ ഒരു പട്ടികപ്പെടുന്ന ഒരാളൊന്നും അല്ല ജോൺ മുണ്ടക്കയൻ. ഒരു പക്ഷേ അദ്ദേഹം ഒരു മേക്ക് ബിലീഫ് വേൾഡിൽ പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തെ ബ്രീഫ് ചെയ്തുകൊണ്ടോ അല്ലയോ എനിക്കറിയില്ല. എനിക്ക് അദ്ദേഹത്തിനോടൊരു അലോഹ്യമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞതിൽ പകുതി ശതമാനം ശരിയാണ്. അപ്പം ഒരു പത്രപ്രവർത്തകൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ആദ്യഭാവമെങ്കിലും വസ്തുത പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തെ അനുമോദിക്കുകയും ചെയ്യണം. തിരുവഞ്ചൂർ സംസാരിക്കുകയും തിരുവഞ്ചൂർ അതിനുശേഷം തുടർച്ചയായി എന്നെ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല തിരുവഞ്ചൂരിനെ എന്നെ കാണണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ്, നിങ്ങൾ എന്നെ വന്ന് കാണേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വന്ന് കാണാം. യഥാർത്ഥത്തിൽ അന്ന് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ എൻ്റെ കൂടെ ചെറിയാൻ ഫിലിപ്പും ഉണ്ട്. ഇപ്പം ചെറിയാൻ ഫിലിപ്പ് എൻ്റെ രാഷ്ട്രീയ പാർട്ടിക്കാരനോ അല്ല, CPM അല്ല, അദ്ദേഹം കോൺഗ്രസ്സിലാണ്. അദ്ദേഹത്തിനോട് ചോദിച്ചാൽ മതി, അദ്ദേഹം പറയും. അന്നത്തെ തിരുവഞ്ചൂരുമായിട്ടുള്ള അന്നത്തെ കൂടിക്കാഴ്ചയിൽ ചെറിയാൻ ഫിലിപ്പും പങ്കെടുത്തതാണ്. ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ ഒരു ആവശ്യമായിരുന്നു. എല്ലാ സമരങ്ങളിലും മുദ്രാവാക്യങ്ങൾ വെക്കും. സ്വാഭാവികമായിട്ട് എല്ലാ മുദ്രാവാക്യങ്ങളും സാക്ഷാത്കരിക്കപ്പെടാൻ ചിലപ്പോൾ സാധ്യത ഉണ്ടാവില്ല, ചിലപ്പോൾ പറ്റും. CPM നേതൃത്വം യുക്തമായിട്ടൊരു തീരുമാനമെടുത്തു. അത് മാത്രമല്ല, അദ്ദേഹം പറയാത്തൊരു കാര്യം കൂടി ഞാൻ പറയാം. എന്താ കാരണം എന്ന് വെച്ചാൽ തിരുവഞ്ചൂർ അതിനുശേഷം എന്താണ് CPMൻ്റെ അഭിപ്രായം എന്ന് ചോദിക്കാൻ CPM നേതൃത്വവുമായിട്ട് ബന്ധപ്പെടുകയും CPM കൃത്യമായൊരു കാര്യം പറഞ്ഞു. ജുഡീഷ്യൽ അന്വേഷണം പരസ്യമായി പ്രഖ്യാപിക്കുക മാത്രമല്ല, ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പരിഗണനാ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടുത്തണം എന്നുള്ളത് CPMൻ്റെ നിലപാടായിരുന്നു. ആദ്യം വൈമുഖ്യം കാണിച്ചു, തിരുവഞ്ചൂർ വൈമുഖ്യം കാണിച്ചു. അതിനുശേഷം തിരുവഞ്ചൂർ എന്നോട് പറഞ്ഞു, എനിക്ക് മാത്രം എടുക്കാൻ കഴിയുന്നൊരു തീരുമാനമല്ല ഇത്, അതുകൊണ്ട് താങ്കൾ ദയവ് ചെയ്ത് മുഖ്യമന്ത്രിയെ കൂടി ഒന്ന് കാണണം, എൻ്റെ കൂടെ വരണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രിയായിട്ടുള്ള കൂടിക്കാഴ്ച ഞാൻ നടത്തി, തിരുവഞ്ചൂരും ഉണ്ടായിരുന്നു. അതിനകത്ത് യാതൊന്നും മറച്ചു വെക്കാനില്ല. എവിടെയാണ് ഈ ജോൺ മുണ്ടക്കയെ? പക്ഷേ ജോൺ മുണ്ടക്കയെ വന്ന് മനോരമ പത്രത്തിൻ്റെ ബ്യൂറോ ചീഫല്ലേ, ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ കിട്ടിയ ആ പത്രത്തിന് കൊടുക്കണ്ടേ? ആ പത്രം എങ്ങനെയായിരിക്കും ജോൺ മുണ്ടക്കയത്തെ സമീപിക്കുന്നത്? ഇപ്പം ഒരു പത്രത്തിൻ്റെ ബ്യൂറോ ചീഫായിട്ടുള്ള ഒരാൾക്ക് ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ കൈ കിട്ടിയിട്ട് ആ പത്രത്തിൽ ഒരു എക്സ്ക്ലൂസീവ് വാർത്ത പോലും നൽകിയില്ല എന്നൊരു ചിന്തയായിരിക്കില്ലേ സ്വാഭാവികമായിട്ടും മനോരമയ്ക്കുണ്ടാവുക. അത് മാത്രമല്ല, ജോൺ മുണ്ടക്കയത്തെ പോലെ പരിണതപ്രജ്ഞനായിട്ടുള്ളൊരു മാധ്യമപ്രവർത്തനം ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ ഇത്രയും മാസങ്ങൾ വർഷങ്ങൾ ഇങ്ങനെ മനസ്സിൽ വെക്കാൻ പാടുള്ളൂ. അദ്ദേഹം ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ അത് ആ പത്രത്തിന് നൽകേണ്ടതല്ലേ? അത് ഏതെങ്കിലും വാരികയ്ക്ക് കൊടുക്കേണ്ട കാര്യമാണോ? തീർച്ചയായിട്ടും. എന്താ കാരണം എന്ന് വെച്ചാൽ അവർക്ക് പല കാര്യങ്ങളും പറയാനുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കുക എന്നാണ് പറയുന്നത്. സ്വാഭാവികമല്ലേ? ഇപ്പം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പോൾ. പക്ഷേ CPMൻ്റെ എനിക്ക് നൽകിയിട്ടുള്ളൊരു നിർദ്ദേശം വളരെ വ്യക്തമായി. ജുഡീഷ്യൽ അന്വേഷണം മാത്രം പോരാ, ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പരിഗണനാ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടണമെന്ന് പറഞ്ഞു. നിങ്ങളൊന്നും കൂടി പരിശോധിച്ച് നോക്കുക. ആ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പരിധിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരികയും ജസ്റ്റിസ് ശിവരാജൻ മുഖ്യമന്ത്രിയെ വിളിച്ച് മൊഴിയെടുക്കുകയും, അത് എത്ര നേരം മൊഴിയെടുത്തത്? ജസ്റ്റിസ് ശിവരാജൻ്റെ റിപ്പോർട്ടും ഇന്ന് നമ്മുടെ സമക്ഷമുണ്ട്. അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് എത്രയോ പേജുകളുള്ള പരാമർശങ്ങളുണ്ട്.
അപ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ആ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പരിധിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നുള്ള ഒരു നിലപാടായിരുന്നു അവർ ആദ്യം സ്വീകരിച്ചത്. പക്ഷേ പിന്നീട് അതും കൂടി അംഗീകരിക്കാനുണ്ടായി. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എന്ത് വിട്ടുവീഴ്ച ചെയ്തും ഈ സമരം അവസാനിപ്പിക്കണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം എന്നെ ബന്ധപ്പെട്ടത്. ആദ്യം എന്നെയല്ല ബന്ധപ്പെട്ടത്, എന്നെ ബന്ധപ്പെടുന്നതിന് മുന്നോടിയായിട്ട് കൈരളി ടി വിയിൽ അന്ന് പ്രവർത്തിച്ചിരുന്ന ചെറിയാൻ ഫിലിപ്പിനെയാണ് ബന്ധപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ഫോണിലാണ് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഫോണിൽ സംസാരിച്ച ശേഷം ആ ഫോൺ എനിക്ക് കൈമാറുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തെ കണ്ടത്. ആ കൂടിക്കാഴ്ചയിൽ ചെറിയാൻ ഫിലിപ്പും പങ്കെടുത്തു. അദ്ദേഹം കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ഒരു നേതാവല്ലേ. ജോൺ മുണ്ടക്കയത്തിൻ്റെ ഫ്രണ്ടാണ്, തിരുവഞ്ചൂരിൻ്റെ സഹപ്രവർത്തകരാണ്. അദ്ദേഹത്തോട് ചോദിച്ചാൽ പോയി. പിന്നീട് അതിനുശേഷമുള്ള രാഷ്ട്രീയ സംഭവാസങ്ങൾ നിങ്ങൾക്കറിയാം. പിന്നീട് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 91 സീറ്റോടെ ഇടതുപക്ഷം അധികാരത്തിലേക്ക് വന്നു. സോളാർ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായിരുന്നു. സോളാർ എന്നുള്ള പ്രചരണ വിഷയം CPM വേണ്ടെന്ന് വെച്ചു. അത് വളരെ ശക്തിയുക്തം മുന്നോട്ട് കൊണ്ടുപോവുകയല്ലേ ചെയ്തത്. അതപ്പോൾ സ്വാഭാവികമായിട്ടും ജോൺ മുണ്ടക്കയത്തെ ഇത് ബ്രീഫ് ചെയ്ത് തിരുവഞ്ചൂർ എന്നുള്ള കാര്യം വ്യക്തമായല്ലോ. അത് വ്യക്തമായല്ലോ. തിരുവഞ്ചൂരിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കും ജോൺ മുണ്ടക്കയം പറയുന്നത്. വളരെ ഞാൻ പറഞ്ഞല്ലോ, അതായത് റിട്ടയർ ചെയ്ത മാധ്യമപ്രവർത്തകർ പുസ്തകങ്ങൾ ഇറക്കുന്ന ഒരു പതിവുണ്ട്. ഇനി സ്വാഭാവികമായിട്ടും നിങ്ങളെല്ലാവരും ആ പുസ്തകം വാങ്ങില്ലേ എന്തൊക്കെ പറഞ്ഞെന്നറിയാൻ വേണ്ടിയിട്ട്. നാട്ടുനടപ്പല്ലേ, അതിന് കുഴപ്പമില്ല. ഞാൻ അദ്ദേഹത്തിന് കുറ്റപ്പെടുത്തൊന്നുമില്ല.